ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പരാതിയില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് മതി. നമ്മളായിട്ട് ഒരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഈ കല്യാണത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കേണ്ടി വരും. ആ ചേച്ചി ഇതെന്താ? അതൊന്നുമില്ല. അമ്പലത്തിൽ വെച്ച് കൈയൊന്ന് മുറിഞ്ഞത്. അമ്പലത്തിൽ വെച്ച് കൈ മുറിഞ്ഞോ? എങ്ങനെ? അതൊന്നും ഇല്ലാന്നേ. നീ പോയി പാലും പഴം എടുത്തു വെക്ക. എല്ലാം ഞാൻ പിന്നെ പറയാം. ചേച്ചി ചെല്ല് ചെല്ല, വേഗം ചെല്ല. ഇനി പെണ്ണിനും ചെറുക്കനും മധുരം കൊടുക്കുന്ന ചടങ്ങാ. നന്ദേട്ടാ, അങ്ങോട്ടിരിക്കാം. കയ്യില് കെട്ടിന്റെ കാര്യം ചോദിച്ചപ്പോ അച്ചുചേച്ചി എന്തിനാ എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടത്? അപ്പൊ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങതാ, ഞാൻ കൊടുക്കാം. ഇത് പകുതി കുടിച്ചിട്ട് സന്ദേശിക്ക് കൊടുക്ക. ഹലോ, ആ എന്തായി സാർ? ആ അന്വേഷിച്ചോ? അങ്ങനെ പറഞ്ഞോ? നമുക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിക്കാൻ എസ് ഐ വിളിച്ചതാ. പരാതിയില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് മതി. നമ്മളായിട്ട് ഒരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഈ കല്യാണത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കേണ്ടി വരും. ആ ചേച്ചി ഇങ്ങോട്ട് വന്നേ. വാ വാ
ആ സച്ചേട്ട് സംസാരിച്ചെല്ലാം ഞാൻ കേട്ടു. എന്താ അവിടെ സംഭവിച്ചേ? ഈശ്വരാ, എന്ത് പണിയാ നീ കാണിച്ചത്? നിന്റെ വെടിയേറ്റ് ആരെങ്കിലും മരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അവളെ കൊല്ലാൻ തന്നെയാ ഞാൻ പോയത്. അവള് ചാകണായിരുന്നു. എന്നിട്ട് നീ പോയി ജയിലിൽ കിടക്കാനോ? അതിനാണോ ഇത്രയൊക്കെ ചെയ്തു വെച്ചത്? നീ ജയിലിൽ നിന്ന് തിരിച്ചു വരുന്നവരെ നിന്റെ അച്ഛന്റെ ചിതാഭസ്മം ഇവിടെ ഇരിക്കും. അളിയന്റെ ആത്മാവിന് മോക്ഷം കിട്ടണ്ടേ? നീ ജയിലിൽ പോയാൽ അതെങ്ങനെ സാധിക്കും? നിനക്കൊന്നും ബുദ്ധിയില്ലേ മൂർത്തി? പട്ടാപ്പകൽ ഇതുപോലെ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് പരസ്യമായിട്ട് ഒരാളെ വെടിവെച്ച് കൊന്നിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയോ? അമ്മാവൻ അവരെ കുറ്റം പറയണ്ട. ഇതെന്റെ തീരുമാനം. ഈ മണ്ടത്തരം കാണിക്കുന്നതിന് മുമ്പ് നീ എന്നോടൊന്ന് ആലോചിക്കണ്ടേ? പ്ലാനുകളൊക്കെ തെറ്റി. ഇതായിരുന്നല്ലോ നമ്മുടെ പ്ലാൻ. തോക്കിനേക്കാൾ വലിയ ആയുധം നിന്റെ കയ്യിലിരിക്കല്ലേ? വെടിവെച്ച ഒറ്റയടി ഒരാൾ ചത്തുപോകും. അതോടെ എല്ലാം തീരും. നീ ജയിലിലുമാകും. പക്ഷേ നിന്റെ കയ്യിലുള്ള ആയുധം പ്രയോഗിച്ചാൽ ആ കുടുംബത്തിലുള്ള ഓരോരുത്തരും നരകിച്ച് മരിക്കില്ലേ? ഇപ്പൊ അർച്ചനയുടെ കയ്യിൽ ഒരു പോറലേറ്റു, അത്രയല്ലേ ഉള്ളൂ. അന്നേരം ഞാനവിടെ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അമ്മാവാ, ഒന്നും ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല. നെല്ലിശ്ശേരി വീട്ടിലിപ്പോ നവവധുവിനെയും വരനെയും സ്വീകരിച്ച് ആനയിച്ചു കാണും. ആനയിക്കട്ടെ. ആരതി ഒഴിഞ്ഞ് നിലവിളക്കം കൊടുത്ത് സ്വീകരിക്കട്ടെ. പക്ഷേ അവള് വലതുകാല് വെച്ച് കയറാൻ പോകുന്നത് ഒരു വലിയ ദുരന്തത്തിലേക്കാ. അവൾ അവിടെ ചെന്ന് കയറിയ ഐശ്വര്യത്തിൽ നെല്ലിശ്ശേരി വീട് നിന്ന് വിറയ്ക്കും.